ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 40ാമത്തെ ദിവസത്തിലേക്ക്, അവസാന ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. സുദീർഘമായ ഒരു യാത്രയുടെ പര്യവസാനമാണ്. 40 ബൈബിളിൽ പ്രധാനപ്പെട്ടതാണ്. 40 എന്ന നമ്പർ. ഈശോ ഉപവാസമെടുത്തത് 40 നാളായിരുന്നു. 40 ആണ്ടുകളാണ് ഇസ്രായേൽ സമൂഹം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യാൻ എടുത്ത കാലം. അങ്ങനെ 40 പ്രധാനപ്പെട്ടതാണ്. നമുക്കും ഈ 40 ദിനങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ കുരിശോട്, ഈശോയോട് കുറച്ചുകൂടെ ചേർന്ന് നിൽക്കാൻ പറ്റിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ സമാപന ദിവസത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. നന്ദിയാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരു ചെറിയ ചിന്തയാണ് ഒടുക്കം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു നല്ല വാർത്ത ആദ്യമേ പങ്കുവയ്ക്കാനുള്ളത്. പലരും ആവശ്യപ്പെട്ടായിരുന്നു, അച്ചോ ഞങ്ങളിത് കുറിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്, ഞങ്ങൾ ഈ ടോക്ക് കുറിച്ചെടുക്കുന്നുണ്ട്, ബൈബിൾ വാക്യങ്ങൾ കുറിച്ചെടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഹാൻഡിയായിട്ട് ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നുവെന്ന്. അത് വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തിയപ്പോഴും, വിമല നക്ഷത്രം നടത്തിയപ്പോഴും അതേ ആവശ്യം മുന്നോട്ട് വന്നായിരുന്നു. കാരുണ്യ വഴിക്കും അതേ ആവശ്യം വന്നു. വിമല നക്ഷത്രത്തിന് സമയത്ത് അങ്ങനെ ആവശ്യം വന്നെങ്കിലും ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. കാരുണ്യ വഴി നടത്തിയപ്പോഴും അതേ ആവശ്യം വീണ്ടും വന്നപ്പോൾ ഞാനിവിടെ ശാലോമുമായിട്ട് ആലോചിച്ചു. അതനുസരിച്ച് നിങ്ങളിലേക്കൊരു അറിയിപ്പ് നൽകുകയാണ്. വിമല നക്ഷത്രത്തിൻ്റെ 33 ടോക്കുകൾ അങ്ങനെ ഒരു ചെറിയ ബുക്കായിട്ട് ഇറക്കുകയാണ്. വിമല നക്ഷത്രം എന്ന പേരിൽ ഒരു ബുക്കായിട്ട് ഇറക്കുകയാണ്. കാരുണ്യ വഴിയുടെ ഈ 40 ദിവസത്തെ ടോക്ക് കാരുണ്യ വഴി എന്ന പേരിൽ മറ്റൊരു പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 2 പുസ്തകങ്ങൾ നമ്മൾ ഈ നടത്തിയ ശുശ്രൂഷകളുടേതായിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കത് പ്രീ ഓർഡർ ചെയ്യാം. ശാലോമിൽ ഇപ്പം നൽകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്കതിൻ്റെ നമ്പർ ഓർഡർ ചെയ്യാവുന്നതാണ്. നേരത്തെ അറിയിച്ചാൽ നമുക്കതനുസരിച്ച് അതിൻ്റെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു പ്രേക്ഷിത വേല പോലെ കുറച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ഇത് പങ്കുവയ്ക്കാൻ ഒക്കെ പറ്റുന്ന രീതിയിൽ ഉള്ള ചെറിയ ചിന്തകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൂടിയതാണ്. പിന്നീട് ഒരിക്കലും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ, ഒന്ന് ഉപകാരപ്പെടാൻ ഒക്കെ ആയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് താല്പര്യമുള്ളവർ അത് അറിയിക്കണം. ശാലോമിൻ്റെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഈ സൂചിപ്പിച്ച വാട്സാപ്പ് നമ്പറിലേക്ക് അത് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് അത് അറിയിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെക്കാളേറെ ചാരിതാർത്ഥ്യത്തോടെ ദൈവത്തിന് മുമ്പാകെ വലിയ നന്ദിയോടെയാണ് ഞാൻ ഈ അവസാന ദിവസം നിൽക്കുന്നത്. കാരണം ഈ മലയൊക്കെ കയറിയിട്ട് മേളി വന്നിട്ടൊരു നിപ്പുണ്ടല്ലോ, നിന്നിട്ട് നമ്മൾ താഴോട്ട് നോക്കും, എൻ്റെ പൊന്ന് കർത്താവേ, ഈ കയറ്റമൊക്കെയാണോ ഞാൻ ഈ കയറി വന്നത് എന്ന് നമ്മൾ വിചാരിച്ച് നോക്കത്തില്ലേ? അതുപോലെയാണ് ഞാൻ നിൽക്കുന്നത്. ഈശോ 40 ദിവസം നീ എന്നെക്കൊണ്ട് എന്താ ഈ പറയിപ്പിച്ചത് എന്ന് അത്ഭുതപ്പെടുന്ന രീതിയിൽ ഞാൻ നിൽക്കുകയാണ്. ഒട്ടും വിചാരിച്ചില്ല. എങ്ങനെയാണ് 40 ദിവസമൊക്കെ? ഒരു ഞായറാഴ്ച പ്രസംഗം പറയാൻ തന്നെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. അപ്പം 40 ദിവസം അടുപ്പിച്ച് പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും എളുപ്പമൊന്നുമല്ല. അത് ഈശോ സഹായിച്ചു. ഈശോ വലിയ കരുണ കാണിച്ച് പൊതിഞ്ഞു പിടിച്ചു. അതുകൊണ്ടാണ് ഈശോയ്ക്ക് വലിയ നന്ദി പറയുന്നത്. ഇത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. ശരിക്കും ഒരു വലിയ മുന്നേറ്റം നടന്നത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു വലിയ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ അനുഭവിച്ചാണ് ഈ ശുശ്രൂഷ ചെയ്തത്. അതിൻ്റെ മുഴുവൻ നിർവൃതിയോടെയാണ് ഈ അവസാന ദിവസം നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ഫൈനൽ നോട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കർത്താവിന്, ഉടയവന് വലിയ നന്ദി നമ്മുടെ എല്ലാവരുടെയും, ഈ കൂട്ടായ്മയുടെ മുഴുവൻ പേരിൽ ഈശോയ്ക്ക് കരയേറ്റുകയാണ്. ശാലോമിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. ഈ ശാലോമിലൂടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ദൈവം തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തി ഉയർത്തി വെച്ചിരിക്കുന്ന ദീപമല്ലേ ഇത്. കെടാതെ ഇതിനിയും തെളിഞ്ഞു നിൽക്കണം. ഒരുപാട് പേർക്ക് വെളിച്ചമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് പിന്നണിയിൽ കഷ്ടപ്പെട്ടവരില്ലേ? എന്തോരം പേരുടെ അധ്വാനമാണ്. ശാലോമിൽ പ്രേക്ഷിത വേല എന്നതുപോലെ അധ്വാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ക്യാമറയുടെ പുറകിലും എഡിറ്റിംഗ് ഡെസ്കിലും ഒക്കെയായിട്ട് പണിയെടുക്കുന്ന ഏറെ പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് നന്ദിയോടെ, അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥന ഉയരണം. അവർക്ക് വേണ്ടി, അവരുടെ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ നമ്മളെ ഓരോ ആരാധനയിലും ഈശോയിലേക്ക് കുറേ കൂടി അടുപ്പിച്ച് നിർത്തിയ നമ്മുടെ പാട്ടുകാർ, അവരുടെ പാട്ടൊക്കെ നമ്മൾ ഈശോയിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയായിരുന്നു. അതിനൊക്കെ അപ്പം ഞാൻ പറഞ്ഞു, നന്ദി പറയാൻ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളോടുമൊക്കെ നന്ദി അറിയിക്കുകയാണ്. എത്ര താല്പര്യത്തോടെ തിരക്കേറുന്ന കാലത്തും
നോമ്പിൻ്റെ ഈ കാലം ഇത് ആത്മീയ ഫലം പുറപ്പെടുവിക്കേണ്ട കാലമായിരിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുത്തില്ലേ? നിങ്ങളെയുമൊക്കെ ഈശോയുടെ മുമ്പിൽ നന്ദിയോടെ ഓർക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തീക്ഷ്ണതയോടെ ഇനിയും ഈശോയുടെ ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ മാതാപിതാക്കളെ പ്രത്യേകം നിങ്ങളൊന്ന് ഓർക്കണം. അവരിലൂടെയാണല്ലോ ഈശോയുടെ സ്നേഹം എന്നിലേക്ക് എത്തിയത്. പിന്നെ ഞാനിരിക്കുന്ന ഇടവക, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന, ഞാൻ ടോക്കിനിടയ്ക്ക് എപ്പോഴോ പറഞ്ഞു, ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഒരു അച്ഛനാണ് ഞാൻ. കുട്ടനാട്ടിലുള്ള തകഴി തെന്നടി സെയിൻറ്റ് റീത്ത എന്ന ഒരു ചെറിയ ഇടവകയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ആ ഇടവക ജനത്തെ കൂടെ എൻ്റെ ഇടവകയെ നിങ്ങൾക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിട്ടുതരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഈശോയുടെ സാന്നിധ്യമൊക്കെ അറിഞ്ഞു, സ്വർഗത്തിൻ്റെ സാമീപ്യം അറിഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷെ എന്നിട്ടും നമുക്കൊരു ബ്ലോക്ക് കിടക്കും. അതുണ്ട്, അത് സ്പിരിച്വൽ ലൈഫിലുണ്ടത്. ചില കർത്താവ് കൂടെ ഉണ്ട്, കർത്താവിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലായി. ഇതൊക്കെ തന്നെയായിരുന്നു ഈ ദിവസങ്ങളിൽ പറഞ്ഞത്, ഇതൊക്കെ മനസ്സിലായി. സ്റ്റിൽ മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ പറ്റുന്നില്ല. അതായത് നാളെ ഇതെങ്ങനെ സംഭവിക്കും, മുന്നോട്ട് എങ്ങനെ ഞങ്ങളുടെ ഒരു പ്രശ്നം കിടക്കുക കർത്താവേ, നീ കൂടെ ഉണ്ടെന്നറിയാം, നീ പരിഹരിച്ചു തരുമെന്നറിയാം, പക്ഷെ എന്നാലും മുമ്പിലൊരു പ്രശ്നം കിടക്കുക, എങ്ങനെ ഞങ്ങളതൊന്ന് അതിജീവിക്കും? പണ്ട് മറിയൻ ചോദിച്ചത് അതേ ചോദ്യമാണ്. മറിയത്തിന് ദൈവസാന്നിധ്യം കിട്ടി, മറിയ അതൊക്കെ സംഭവിച്ചു, ദൈവസാന്നിധ്യം കിട്ടി. ഇതൊക്കെ കിട്ടിയെങ്കിലും മറിയത്തിനൊരു സംശയമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെ സംശയം അത് തന്നെയാണ്. ഇനി മുന്നോട്ട് കർത്താവേ, കാരുണ്യ വഴി 40 നാൾ കൂടി നിൻ്റെ സാന്നിധ്യം അറിഞ്ഞു, ശരിയാ, വലിയ പ്രാർത്ഥനയും റിലീഫും ഉണ്ടായി, ശരിയാണ്. പക്ഷെ ചില പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല കർത്താവേ. കാരുണ്യ വഴി കൂടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല. പക്ഷേ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഒത്തിരി പേര്. ഉത്തരം, നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ചോദ്യം ഇതെങ്ങനെയാണ്? മറിയം ചോദിച്ചതുപോലെ ഇതെങ്ങനെ സംഭവിക്കും? അതും കൂടെ പറ. മുന്നോട്ട് എങ്ങനെ ഞങ്ങൾ നടക്കും? അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്ക്. അന്നും ഇന്നും സ്വർഗത്തിൻ്റെ ഉത്തരം ഒന്നാണ്. മറിയത്തിൻ്റെ ചോദ്യം ഇതെങ്ങനെ സംഭവിക്കും, നമ്മളും ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും? അന്നും ഇന്നും സ്വർഗത്തിൻ്റെ ഉത്തരം ഒരൊറ്റ ഉത്തരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധ്യമെന്ന് നമ്മൾ കരുതുന്നവ സാധ്യമാകും. അതാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ശിഷ്യന്മാരുടെ ലൈഫിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? നമ്മൾ ധ്യാനിച്ചതുപോലെ നമുക്ക് വീണ്ടും ഗലീലയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വീണ്ടും അവന്മാരെ ഒന്ന് മെരുക്കിയെടുത്ത് കുറച്ചു കാലം അവരുടെ കൂടെ നടന്ന് ഒരു ക്രാഷ് കോഴ്സ്, 40 ദിവസത്തിൻ്റെ ക്രാഷ് കോഴ്സ് കൊടുത്തു. 3 വർഷം കൊണ്ട് പഠിക്കാൻ സിലബസ് 40 ദിവസം കൊണ്ട് കർത്താവ് പിന്നെയും പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് നിശ്വസിച്ചു, ഊതി അവരുടെ മേൽ. അങ്ങനെ നിശ്വസിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും 10ാം നാൾ സെക്കൻഡ് ഡോസ്, നമ്മുടെ വാക്സിനേഷൻ്റെ ഫസ്റ്റ് ഡോസാണ് കൊടുത്തത്. അവരുടെ മേൽ ഊതിയിട്ടാണ് അവൻ മേലോട്ട് പോയത്. ഫസ്റ്റ് ഡോസ് കൊടുത്തു. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ 10 days ഫൈനൽ ഡോസ് കൊടുത്തു, പെന്തക്കുസ്തായും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കത്തി. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധ്യമെന്ന് കരുതുന്നവ സാധ്യമാകും. നമ്മൾ ആര് കരുതി ഈ പത്രോസിനെ കൊണ്ട് 4 പേരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമെന്ന് ആര് വിചാരിച്ചു? പേടിത്തൊണ്ടൻ, തള്ളിപ്പറഞ്ഞവൻ, അവനെ കൊണ്ട് പറ്റുമോ? ബാക്കി 10 എണ്ണം കർത്താവിനെ പിടിച്ചുകൊണ്ടു പോയപ്പോൾ ഓടിയ വഴിക്ക് പുല്ലുകിളുക്കാഞ്ഞ 10 എണ്ണം അവന്മാര് തുനിഞ്ഞിറങ്ങുമെന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് തുനിഞ്ഞിറങ്ങുമെന്ന് ആര് കരുതി? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ അസാധ്യമായത് നിന്റെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കും. ദൈവജനമേ, ഈ സമാപന ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷേകം നിറയാൻ പ്രാർത്ഥിക്കണം. ഇപ്പോഴല്ല പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്, പണ്ടേ കിട്ടിക്കഴിഞ്ഞു. മാമുദീസായിൽ കിട്ടിയ പരിശുദ്ധാത്മാവ് തീക്കട്ട, തൈലാഭിഷേക കുദാശയിൽ സ്ഥിരപ്പെട്ട പരിശുദ്ധാത്മാവ്, പിന്നീട് എപ്പോഴോ ചാരം മൂടിപ്പോയ പരിശുദ്ധാത്മാവിനെ ഇന്ന് നമ്മൾ ഊതി തെളിക്കുകയാണ്, ജ്വലിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്നത്തെ കാരുണ്യ വഴി സന്ദേശം. 2 ചെറിയ ആശീർവാദങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ബ്ലെസ്സിങ്ങിൽ അവസാനിപ്പിക്കണ്ടേ? ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സുന്ദരമായ 2 ആശീർവാദങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പഴയ നിയമത്തിലെ ഏറ്റവും നല്ല ആശീർവാദം കിടക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. സംഖ്യയുടെ പുസ്തകം എടുക്കാം. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം. സംഖ്യയുടെ പുസ്തകം
6-ാം അധ്യായം 22-ാം വാക്യം മുതൽ. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: പുരോഹിതൻ്റെ ആശീർവാദം. അവിടെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹറോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേലിൻ്റെ ജനത്തെ ആശീർവദിക്കണം. പുരോഹിതനെ ദൈവം ഭരമേൽപ്പിച്ച, മോശ വഴി ഭരമേൽപ്പിച്ച ആശീർവാദം നിങ്ങൾക്കായി പ്രാർത്ഥനയോടെ ഞാൻ നൽകുകയാണ്. 24-ാം വാക്യം മുതൽ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും കാരുണ്യ വഴിയിൽ പങ്കെടുത്ത് ഈ 40-ാം നാൾ വരെ എത്തി നിൽക്കുന്ന നിന്നോടാണ് കുഞ്ഞെ പറയുന്നത്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവിൻ്റെ ആശീർവാദം നിന്നെ പൊതിയട്ടെ. യൂദാസ്ലീഹായുടെ ലേഖനത്തിൻ്റെ 24-ാം വാക്യം. നമുക്കറിയാം, യൂദാസ്ലീഹായുടെ ലേഖനത്തിൽ ഒരൊറ്റ അധ്യായമേ ഉള്ളൂ. അതിന് 24-ാം വാക്യം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ ആശീർവാദങ്ങൾ നിങ്ങൾക്കായി നൽകുകയാണ്. അപ്പോൾ വചനത്തിൻ്റെ മുഴുവൻ സംരക്ഷണം ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവ് തുണയുണ്ടാകട്ടെ, തിരുവചനത്തിൻ്റെ മൊത്തം സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണിത്. യൂദാസ്ലീഹായുടെ ലേഖനം 24-ാം വാക്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വീഴാതെ നിങ്ങളെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്തുവാനും കഴിവുള്ള നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ വഴി നമ്മുടെ രക്ഷകനായ ഏകദൈവത്തിന് സ്തുതിയും മഹത്വവും ശക്തിയും അധികാരവും. വീഴാതെ നിങ്ങളെ കർത്താവ് കാക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, സമാപന ആരാധനയിലേക്ക്. ഇത് ശക്തിയുടെ ആരാധനയാകണം, ആത്മാവ് ഇറങ്ങി വരുന്ന ആരാധനയാകണം. തീ കത്തണം ഉള്ളിലും ഈ ബലിപീഠത്തെങ്കിലും തീ കത്തുന്ന അനുഭവം നമുക്കുണ്ടാകണം. എല്ലാ നിയോഗങ്ങളെയും ഈ ആരാധനയിൽ നിങ്ങളുടെയൊക്കെ പ്രതിനിധികളായിട്ട് എല്ലാ പ്രായത്തിലുമുള്ളവരെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ നമ്മുടെ നിയോഗങ്ങളെ വെച്ച് സമർപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ചൊല്ലിയ 5,37,000 ചില്ലുവാനും കരുണക്കൊന്തകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കരുണക്കൊന്തയിൽ നിങ്ങളുടെ സമർപ്പണമുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ചുവട്ടിൽ സമർപ്പിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ഈ കാരുണ്യ വഴിയുടെ 40 നാൾ കൊണ്ട് ഒരുപാട് ബൈബിൾ വാക്യങ്ങൾ നിങ്ങളെ പറഞ്ഞു ധ്യാനിപ്പിച്ച ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോഴും ഒടുക്കം ഒരു ബൈബിൾ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ. 2 മക്കബയർ 15-ാം അധ്യായം 37-ാം വാക്യം മുതൽ. 2 മക്കബയർ 15-ാം അധ്യായം 37-ാം വാക്യം മുതൽ ഇങ്ങനെയാണത്: ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. അത് നന്നായി കാര്യമാത്ര പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. അവതരണം അവിദഗ്ധമോ ഇടത്തരമോ ആയി പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കൂട്ടായ്മ, നമ്മുടെ പ്രാർത്ഥനയുടെ ഈശോയിൽ കേന്ദ്രീകരിക്കപ്പെട്ട ഈ കൂട്ടായ്മ ഇനിയും ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ആമേൻ. മനമേ സ്തുതിക്ക നിന്നാദനേ, എന്നുള്ളമേ വാഴ്ത്തുക നന്ദിയാ. അവൻ ദേവാദിദൈവം കർത്താദികർത്തൻ, 10,000ങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദൈവം കർത്താദികർത്തൻ, 10,000
അതിശ്രേഷ്ഠൻ അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യൻ നീ മാത്രം. യേശുദേവാദിദേവം അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവൻ ദേവാദിദേവൻ കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് മഹത്വം 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 മഹത്വം. ഈശോ 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 ഈശോയെ ആരാധന 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 വെളിപാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയും ഞാൻ തന്നെ. കർത്താവേ, ഇന്നലെയും ഇന്നും നാളെയും ഒരാൾ തന്നെയായ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവജനമേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ചെറുതായി ഉയർത്തിപ്പിടിച്ച് എളിമയോടെ പരിശുദ്ധനായവൻ്റെ മുമ്പിൽ, അവൻ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഇന്നലത്തെ എൻ്റെ സങ്കടങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന സംഘർഷങ്ങളിൽ എൻ്റെ കൈ പിടിക്കുന്നവനെ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ എനിക്ക് പ്രത്യാശയായവനെ, നിനക്ക് ആരാധന. ദൈവജനമേ, കാരുണ്യ വഴിയുടെ 40-ാം നാൾ ദിവ്യകാരുണ്യ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ ഇരുകരങ്ങളും മെല്ലെ ഉയർത്തി ഈശോയുടെ മുമ്പാകെ നമുക്കൊരുമിച്ച് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതൊക്കെയും അത് തന്നെയാണല്ലോ കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട നിത്യനായ കുഞ്ഞാടേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവജനമേ, ഇരുകരങ്ങളും മുട്ടുന്നിവരുവോളം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഭവനങ്ങളിലുള്ളിൽ ദൈവസ്തുതി ഉയരുകയാണ്. ഭവനങ്ങളുടെ അനുഗ്രഹത്തിന് നേരമാണിത്. കാരുണ്യ വഴിയുടെ 40 നാൾ പിന്നിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ
സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമാപന ആരാധനയിൽ ഭവനങ്ങളിൽ ദൈവസ്തുതി മുഴങ്ങട്ടെ. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരട്ടെ. എല്ലാവരും ചേർന്ന് ഗായക സംഘത്തോട് ചേർന്ന് ഈശോയെ നോക്കി പാടി പ്രാർത്ഥിക്കട്ടെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയെ കാരുണ്യ വഴി നിന്റെ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു നീ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ അവസാനമില്ലാത്ത കരുണയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു. ത്രിയേക ദൈവമേ, നിന്റെ കരുണയാണ് എൻ്റെ ജീവനും ജീവിതവുമെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. പാപത്തിലേക്ക് ചാഞ്ഞുപോയ മനുഷ്യകുലത്തിന് രക്ഷ വാഗ്ദാനം ചെയ്ത അപ്പാ, കരുണയോടെ ഇസ്രായേൽ ജനത്തിന് തുണയായി നിന്ന അപ്പാ, മേഘത്തൂണായി അഗ്നിസ്തംഭമായി കൂട്ടായി ഇറങ്ങി വന്ന ദൈവമേ, പ്രവാചകന്മാരിലൂടെ സംസാരിച്ച കർത്താവേ, ഒടുക്കം തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവിധം അത്രയധികമായി ഞങ്ങളെ മനുഷ്യകുലത്തെ സ്നേഹിച്ച പിതാവായ ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ ധ്യാനമായി ഞങ്ങളുടെ ജീവിതം മാറട്ടെ. പുത്രൻ തമ്പുരാനെ, ഞങ്ങളോടുള്ള സ്നേഹം മൂലം സ്വർഗം നിറഞ്ഞു തുളുമ്പി ഭൂമിയിലേക്ക് വീണ കർത്താവേ, കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് പിറന്നു വീണവനെ, നസ്രത്തിൽ വിധേയപ്പെട്ട് ജീവിച്ചവനെ, 3 ആണ്ട് ഗലീലയിലും പ്രാന്തപ്രദേശങ്ങളിലും ദൈവരാജ്യത്തിൻ്റെ നല്ല വാർത്ത പറഞ്ഞവനെ, ഒടുക്കം പാടുപീഡകൾക്ക് വിധേയപ്പെട്ട് കുരിശിൽ മരിച്ചവനെ, എൻ്റെ കർത്താവേ, നിന്റെ സ്നേഹത്തെ ഞാൻ ധ്യാനിക്കട്ടെ. ഈശോ, ഈ ദിവസങ്ങളിലൊക്കെയും നിന്റെ സ്നേഹത്തെ ഞങ്ങൾ അറിയുകയായിരുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു മാറ്റമുണ്ടാകുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ പാപവഴികളെ ഉപേക്ഷിച്ച് പാപചായ്വുകളെ വെറുത്ത് ചില പാപ ഇഷ്ടങ്ങളെ തള്ളിപ്പറഞ്ഞ് നിന്നിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് ഭയത്താലേ ആകരുതേ, മറിച്ച് ഈശോ, നിന്റെ സ്നേഹത്തെ ഞാൻ കാണട്ടെ. ഈശോയേ, എൻ്റെ തല താഴാതിരിക്കാൻ കുരിശേൽ തല താഴ്ത്തവനെ, ഈശോയേ, എൻ്റെ മാനം പോകാതിരിക്കാൻ കുരിശിൽ നഗ്നനാക്കപ്പെട്ടവനെ, എൻ്റെ സഹനങ്ങളെ ഏറ്റെടുത്ത് ചാട്ടവാറടികൊണ്ട് സ്വയം തകർക്കപ്പെട്ടവനെ, എൻ്റെ രക്തം കിനിയാതിരിക്കാൻ പഞ്ചമുറിവുകളിൽ നിന്ന് രക്തമൊഴുക്കിയവനെ,
നിനക്ക് ആരാധന. എൻ്റെ കർത്താവേ, നിന്റെ പാടുപീഡകളൊക്കെയും ശരീരം തകർത്തത്, രക്തം ചിന്തിയത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് ഒരു വേള ഹൃദയം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ ഈശോ നിന്നെ വിട്ട് എനിക്ക് നടക്കാൻ കഴിയും? കർത്താവേ, നിന്റെ ജനത്തിന്, ലോകത്തിന് നീ തിരിച്ചറിവ് നൽകണേ. ദൈവജനമേ, ഈ തിരിച്ചറിവിനായി കൊതിക്കണം. എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ്, പിതാവായ ദൈവം പുത്രനെ നൽകിയത്. എനിക്ക് വേണ്ടിയാണ് ഈശോ തമ്പുരാൻ ചാട്ടവാറടിയേറ്റത്, മുൾക്കിരീടം അണിഞ്ഞത്, തകർക്കപ്പെട്ടത്. കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയുടെ അവസാനമില്ലാത്ത കരുണയെ ധ്യാനിച്ച് തിരുമുമ്പാകെ ആയിരുന്ന് നമുക്ക് ധ്യാനപൂർവം പ്രാർത്ഥിക്കണം. എനിക്ക് എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. എനിക്കാ എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിൻ്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയാ, നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയാ, ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാൻ, എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. എനിക്ക് വേണ്ടി പരിഹാര ബലിയായ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട എൻ്റെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയെ, കാരുണ്യ വഴിയും ശുശ്രൂഷയിലൂടെ ഈ കഴിഞ്ഞ നാളുകളിൽ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ ആയിരുന്ന, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒട്ടനവധി പേര്, അവരുടെയൊക്കെ പ്രതിനിധികളായിട്ട് ഈശോ കുഞ്ഞുങ്ങളുടെ, യുവജനങ്ങളുടെ, ദമ്പതികളുടെ, സഭയുടെ ഒക്കെ പ്രതിനിധികളായിട്ട്, സന്യസ്തരുടെയൊക്കെ പ്രതിനിധികളായിട്ട് ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ദൈവജനമേ, ഈ നേരത്ത് നമ്മുടെ പ്രാർത്ഥനകളെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമെന്ന വണ്ണം നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് കുറച്ച് പേര് മുന്നോട്ട് വന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് വന്ന് കൈകളിൽ നമ്മൾ നിയോഗമായി വെച്ച ആത്മവിശുദ്ധീകരണവും
കുടുംബ വിശുദ്ധീകരണവും തിരുസഭയുടെ വിശുദ്ധീകരണവും തലമുറകളുടെ വിശുദ്ധീകരണവും ഒക്കെ ഈശോ തിരുമുമ്പാകെ ഞങ്ങൾ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു എന്ന് ഏറ്റുപറയുമാർ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഒപ്പം ഈശോയെ, നിന്റെ പീഡാസഹനത്തെ ധ്യാനിച്ച് നിന്റെ ജനം എളിയവരായി ഞങ്ങൾ ചൊല്ലിയ കരുണക്കൊന്തകളെ നിസാരരായി ഞങ്ങൾ കാഴ്ചയായി തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ നോക്കണമേ ദൈവജനമേ. ഈ നേരത്ത് നമ്മുടെ ഭാഗമായ നമ്മുടെ സഹോദരങ്ങൾ പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണേ, ആ ഗണത്തിൽ നമ്മളുമുണ്ട്, ആ ഗണത്തിൽ ദമ്പതികളായ നമ്മളുണ്ട്, ആ ഗണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ യുവജനങ്ങളുണ്ട്, നമ്മുടെ സന്യസ്തരുണ്ട്, നമ്മുടെ പുരോഹിതരുണ്ട്. അവരെയും ഈ നിരയിൽ കണ്ട്, നമ്മളെയൊക്കെ ഈ നിരയിൽ കണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിക്കുകയാണെന്ന് മനസ്സിൽ കാണണേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു മുറിയുടെ ഒരാലയത്തിൻ്റെ പരിമിതിയിൽ ഒന്നിച്ചു കൂടാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെയൊക്കെ പ്രതിനിധികളായിട്ട് ദാ ഇവിടെ പ്രാർത്ഥന സമർപ്പിക്കുന്ന ഇവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, കരങ്ങൾ ചെറുതായി തുറന്നു പിടിക്കാം. യാചനയോടെ കരങ്ങൾ തുറന്നു പിടിച്ച്, നാഥാ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈശോയേ, നിന്റെ തൃച്ചുവട്ടിൽ, കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ മുമ്പാകെ നമ്മൾ നിൽക്കുകയാണ്. വരിയായി അവർ മുന്നോട്ട് വരുമ്പോൾ നമ്മളും കാണണേ, ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മളും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. എല്ലാവരെയും ചേർക്കാനായി വിരിച്ച കരങ്ങളുമായി കുരിശേറിയവൻ്റെ ചാരത്തേക്ക് നമ്മൾ ഒരുമിച്ച് വന്നു നിൽക്കുന്ന കാഴ്ചയാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർവവും യേശുനാഥനാൽ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥ നിനക്കായി, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്ന സ്നേഹമോടെ ഞാൻ. കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളുമായി ഞങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ തന്നെ നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്ന്, ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഇതാ ഇപ്പോൾ നിന്റെ ചുവട്ടിൽ ദിവ്യകാരുണ്യത്തിൻ്റെ തണലിൽ ഞങ്ങൾ നിപ്പുണ്ട്. കർത്താവേ, ഞങ്ങളുടെ നിരവധിയായ സങ്കടങ്ങളുമായി, അവസാനിക്കാത്ത പ്രാർത്ഥനകളുമായി, ഒടുക്കമില്ലാത്ത ആവലാതികളുമായി കർത്താവേ തിരുമുമ്പാകെ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, കരുണയോടെ ഞങ്ങളെ നോക്കണേ. ഈശോയെ, കരുണയോടെ ഞങ്ങളെ നോക്കണേ. ദൈവജനമേ, വീണ്ടും നമുക്ക് കുരിശിലേക്ക് നോക്കാം. കുരിശിൽ നമുക്കായി മരിച്ചവനെ നോക്കണേ. നമുക്കൊരപ്പായുണ്ട്. ഈശോ, നീ ഞങ്ങളുടെ അപ്പായായിട്ടുള്ളപ്പോൾ ഒന്നിനെയും ഭയപ്പെടാതിരിക്കാൻ തക്കവിധം ധൈര്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഭൂമിയിലെ അപ്പന്മാരെ കുറിച്ച് ഞങ്ങൾ അഭിമാനിക്കും. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾക്കായി ഒരു അപ്പായുണ്ടെന്നത് ഞങ്ങൾക്ക് എത്ര വലിയ ധൈര്യമാണ് ഈശോയെ,
എത്ര വലിയ ധൈര്യമാണ്. കാൽവരിയിൽ കൊല്ലപ്പെട്ട കുഞ്ഞാടേ, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടേ, അറക്കപ്പെട്ട കുഞ്ഞാടേ, നിന്നിൽ ഞാൻ എൻ്റെ അപ്പായെ കാണട്ടെ. സ്വർഗത്തിൽ എനിക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ കരം എൻ്റെ ശിരസിൻ്റെ മുകളിൽ, എൻ്റെ കുടുംബത്തിൻ്റെ മുകളിൽ, ഈ സഭയുടെ മേൽ അനുഗ്രഹത്തിൻ്റെ കരം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന എൻ്റെ അപ്പാ, നീയാണ് എൻ്റെ പ്രത്യാശയും എൻ്റെ ഉറപ്പും. ദൈവജനമേ, അപ്പൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് മാറണം. എല്ലാ സങ്കടങ്ങളുടെ നടുക്ക് നിന്നുകൊണ്ടും നമുക്ക് പറയാൻ പറ്റണം, എനിക്കൊരപ്പായുണ്ട്, എൻ്റെ അപ്പ ശക്തനാണ്. എനിക്കൊരപ്പായുണ്ട്, എൻ്റെ അപ്പ ശക്തനാണ്. ദൈവജനമേ, കുരിശിലേക്ക് നോക്കി എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട അപ്പായെ, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരപ്പൻ എനിക്കുണ്ട്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം മുറിവേൽക്കാൻ മടിയില്ലാത്തൊരപ്പൻ എനിക്കുണ്ട്. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ ആണിപ്പഴുതു വീഴാൻ മാത്രം ആ കരം നിറയെ എന്നോട് വാത്സല്യമുള്ളൊരപ്പ എനിക്കുണ്ട്. നെഞ്ചിൽ നിന്നും അവസാനിക്കാത്ത സ്നേഹമൊഴുകുന്ന ഒരപ്പ എനിക്കുണ്ട്. ദൈവജനമേ, ആ വലിയ തിരിച്ചറിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെ, കരങ്ങളിൽ ഏന്തിരിക്കുന്ന നിയോഗങ്ങളുടെ മേൽ അപ്പ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. തലമുറകളെ വിശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണേ കർത്താവേ. ഞങ്ങളുടെ യുവജനങ്ങളെ നീ കാക്കണേ. വ്യക്തികൾക്ക് വിശുദ്ധീകരണം നീ സമ്മാനിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. തിരുസഭയെ നീ കാക്കണേ. ഈ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പാകെ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അപ്പാ നീ ഞങ്ങളെ കൈവിടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയാ. കയ്യിലാണീ പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ, കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ.
കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണും നിന്റെ പായേ. ദൈവജനമേ, തുടർന്ന് വരുന്ന ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തലമുറകളുടെ വിശുദ്ധീകരണം എന്ന നിയോഗവുമായി ഈ കുഞ്ഞുങ്ങൾ ദിവ്യകാരുണ്യം മുമ്പാകെ തിരിയും നിയോഗവുമായി നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ കുട്ടികളെ, അവരുടെ പഠനകാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് ദാനമായി നൽകി ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയുടെ ദാനമായിരുന്നു മക്കള്. നിർഭാഗ്യവശ മക്കളില്ലാത്ത ദമ്പതികൾ മാത്രം തിരിച്ചറിയുന്ന സത്യമാണത്. കുഞ്ഞുങ്ങൾ ദൈവദാനമാണെന്ന്. കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു നമ്മളുടേതാണെന്ന്. നമ്മളുടേതായി വളർത്തി. കർത്താവേ, നീ ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ ദാ ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ തലമുറകളെ നീ വിശുദ്ധീകരിക്കണേ. വിശുദ്ധിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണേ. ലോകത്തിൻ്റെ പാപക്കറകൾ ഏൽക്കാതെ, മാലിന്യങ്ങൾ വന്നു പതിക്കാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പൊതിഞ്ഞു പിടിക്കണേ. ഈശോയെ, ഈ കെട്ടകാലത്ത് നിന്നിൽ നിന്നും അകലാൻ സാധ്യതയേറെയുള്ള കാലത്ത് കർത്താവേ, നേർവഴി കാട്ടി നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നയിക്കണേ. ഈശോ, അവരെ അലട്ടുന്ന എല്ലാ സങ്കടങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ കൊച്ചുപ്രായത്തിൽ അവരുടെ മനസ്സിനെ ഉലയ്ക്കുന്ന എല്ലാ നൊമ്പരങ്ങളെയും ഈശോ നിനക്കേൽപ്പിക്കുകയാണ്. പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. കൊച്ചുപ്രായത്തിലെ പലവിധ രോഗങ്ങൾക്ക് അടിപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോ, കരുണയോടെ കുഞ്ഞുങ്ങളെ നീ നോക്കണേ. ഈശോയെ, വിവിധങ്ങളായ അടിമത്തങ്ങളിലേക്ക് ചെറുപ്രായത്തിലെ വീണുപോയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോ, കരുണ കാണിക്കണേ. വലിയ ഭയത്തിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോ, പ്രത്യേകമായി ഈ സമീപകാലത്ത് കോവിഡിൻ്റെ ബുദ്ധിമുട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്കാണ് ഈശോ ഏറ്റവും അത് അഫക്റ്റഡ് ആയത്. ഈശോയെ, ചുറ്റുമുള്ളവരോട് ഇടപെടാനറിയാതെ ഭയത്തിൽ അന്തർമുഖരായി മാറിപ്പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഈശോ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ മൂലം മുറിവേൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, ദുരുപയോഗം ചെയ്യപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ തലമുറകളോട് നീ കരുണയാകണേ. ഞങ്ങളുടെ തലമുറകളെ ഈ രണ്ടു മക്കൾ നിന്റെ തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാരുണ്യ വഴിയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലെയും കുഞ്ഞുങ്ങൾക്ക് കർത്താവേ, നീ സംരക്ഷണ വലയം തീർക്കണേ. ഈശോ, നീ വേലി കെട്ടി ഞങ്ങളുടെ മക്കളെ കാക്കണേ. ദൈവജനമേ, ഈ നേരത്ത് ഈ നിയോഗം നമ്മൾ സമർപ്പിക്കുകയാണ് ഈശോയുടെ മുമ്പിൽ. തലമുറകളുടെ വിശുദ്ധീകരണം സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വിശുദ്ധീകരണവും സംരക്ഷണവും സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാക്കണേ. ദൈവദാനമല്ലോ മക്കൾ, ദൈവദാനമല്ലോ മക്കൾ, ദൈവദാനമല്ലോ മക്കൾ, ദൈവദാനമല്ലോ മക്കൾ. വിശുദ്ധീകരിക്കൂ, വിശുദ്ധീകരിക്കൂ, നിന്മക്കളെ വിശുദ്ധീകരിക്കൂ. വിശുദ്ധീകരിക്കൂ, വിശുദ്ധീകരിക്കൂ, നിന്മക്കളെ വിശുദ്ധീകരിക്കൂ. വിശുദ്ധീകരിക്കൂ, വിശുദ്ധീകരിക്കൂ, നിന്മക്കളെ വിശുദ്ധീകരിക്കൂ. ഈശോയെ,
ആത്മവിശുദ്ധീകരണം കാരുണ്യ വഴിയുടെ നിയോഗമായി ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിച്ചിരുന്നല്ലോ. ഈശോയെ, ഞങ്ങളുടെ വിശുദ്ധീകരണം സാധ്യമാകാൻ നിന്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണേ. ഈശോ, പാപം ഞങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈശോയെ, പാപചായ്വുകളിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണേ. പ്രത്യേകമായി ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, കാരുണ്യ വഴിയിൽ പങ്കെടുക്കുന്ന എല്ലാ യുവജനങ്ങളെയും, കാരുണ്യ വഴി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കളുടെ മക്കളായ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യുവത്വം അത് ആഘോഷത്തിൻ്റെ കാലമാണ്. ഈശോയെ, ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു, യുവത്വത്തിൽ നിന്റെ ദൈവത്തെ തിരിച്ചറിയുക. യുവത്വത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെ കണ്ണടയുന്ന കാലം വരെയും കർത്താവേ, നിന്റെ കൈവിട്ട് ഞങ്ങൾ പോകില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈശോ, ഞങ്ങളുടെ യുവജനങ്ങളെ കാക്കണേ, ഞങ്ങളുടെ യുവജനങ്ങളെ കാക്കണേ. കർത്താവേ, വലിയ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രായമാണ് യുവത്വം. പഠനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഹയർ സ്റ്റഡീസിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഏത് പഠനം തിരഞ്ഞെടുക്കണം, ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്നറിയാതെ ആകുലപ്പെട്ടു പോകുന്ന യുവജനങ്ങൾ, പഠനം കഴിഞ്ഞ് ഒരു തൊഴിലിലേക്ക് എത്താനാകാതെ കഷ്ടപ്പെടുന്നവർ, നിരാശപ്പെട്ടു പോകുന്നവർ, കർത്താവേ, അവർ പഠിച്ചതിന് ആനുപാതികമായ വരുമാനം കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ നിരാശപ്പെട്ടു പോകുന്ന യുവജനങ്ങൾ, കർത്താവേ, അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രായത്തിൽ നിന്റെ സാന്നിധ്യം അവരെ ആശ്വസിപ്പിക്കട്ടെ. ഈശോ, അവരുടെ വിശ്വാസം തന്നെ ഇളകുന്ന പ്രായമാണല്ലോ യുവത്വം. ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ തിളച്ച് തകട്ടി വരുന്ന പ്രായം. കർത്താവേ, അവരുടെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കൊടുക്കണേ. നിന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ വിശ്വാസത്തെ നീ സ്ഥിരീകരിക്കണമേ. ഈശോ, വിവിധ ലഹരികൾക്ക് അടിമപ്പെട്ടു പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഒരുപാട് യുവജനങ്ങൾ ഈ അപകടക്കണിയുടെ വക്കിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവജനങ്ങളെ നീ കാക്കണേ കർത്താവേ. ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്ക് കർത്താവേ, നീ യോജിപ്പിച്ചു കൊടുക്കുന്ന ബന്ധങ്ങളിലേക്ക് അവരെ നയിക്കണമേ. നീ അവരുടെ ബന്ധങ്ങളെ ആശീർവദിക്കണമേ. ഈശോ, ഞങ്ങളുടെ യുവജനങ്ങളെ, അവരുടെ നിരവധിയായ പ്രാർത്ഥനകളെ ആത്മവിശുദ്ധീകരണം എന്ന കാരുണ്യ വഴിയുടെ നിയോഗത്തോട് ചേർത്ത് തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. പാപത്തെ വെറുക്കാൻ, ലോകത്തെ ജയിക്കാൻ, കൃപയ്ക്കുമേൽ കൃപ നീ പകരണമേ. ഈശോയെ, പാപത്തെ വെറുക്കാൻ, ലോകത്തെ ജയിക്കാൻ, കൃപയ്ക്കുമേൽ കൃപ നീ പകരണമേ. പാപത്തെ വെറുക്കാൻ, ലോകത്തെ ജയിക്കാൻ, കൃപയ്ക്കുമേൽ കൃപ നീ പകരണമേ. പാപത്തെ വെറുക്കാൻ, ലോകത്തെ ജയിക്കാൻ, കൃപയ്ക്കുമേൽ കൃപ നീ പകരണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ വിളക്കിച്ചേർത്ത എല്ലാ ബന്ധങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകിച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ തിരുമുമ്പാകെ ഭരമേൽപ്പിക്കുന്നു. ഈശോയെ, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ ദൈവകൽപ്പനയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ അധ്വാനങ്ങൾക്ക് നീ അർഹമായ പ്രതിഫലം നൽകണമേ. സമൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബങ്ങൾ, ദമ്പതികൾ പരസ്പര വിശ്വസ്തതയിൽ, വിശുദ്ധിയിൽ ദാമ്പത്യം ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അശുദ്ധിയെ, പാപത്തെ കുടുംബങ്ങളിൽ നിന്ന് നീ അകറ്റണമേ. ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയത് വഴി തകർന്നു പോകുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ,
ഒരാളുടെ ദുശീലം ഒരു കുടുംബത്തിന് നാശമായി മാറുന്ന കാഴ്ച ഒട്ടനവധി ഞങ്ങൾ കൺമുമ്പിൽ കാണുന്നു കർത്താവേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ കാവലാകണമേ. വിശ്വാസം കുടുംബങ്ങളിൽ പരിശീലിപ്പിക്കപ്പെടുകയും കൈമാറപ്പെടുകയും ചെയ്യട്ടെ കർത്താവേ. ഈശോ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗങ്ങൾ നീ അകറ്റണമേ കർത്താവെ. രമ്യപ്പെടാനുള്ള കൃപ കൊടുക്കണമേ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ഉലഞ്ഞ് അകന്നിൽക്കുന്നവർക്ക് രമ്യപ്പെടാനുള്ള കൃപ നീ നൽകണമേ. കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നിൽക്കുന്നവര് രമ്യപ്പെടാൻ കൃപ നീ നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നിരവധിയായ നിയോഗങ്ങളെ തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ കരുണയാകണേ. കുടുംബ വിശുദ്ധീകരണം നീ സാധ്യമാക്കണേ അപ്പാ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാൻ എൻ കുടുംബത്തിൽ രാജാവായി നീ വാഴണമേ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാൻ എൻ കുടുംബത്തിൽ രാജാവായി നീ വാഴണമേ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാകാൻ എൻ കുടുംബത്തിൽ രാജാവായി നീ വാഴണമേ. ഈശോയെ, തിരുസഭയുടെ നവീകരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ ബഹുമാനപ്പെട്ട സന്യാസിനികൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ സഭ മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ നിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭ അതിൻ്റെ മഹത്വം കൈവിടാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ, യോഹന്നാൻ 17 നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടാതെ ലോകത്തെ ജയിക്കാൻ ഉള്ള കൃപ നീ സഭയ്ക്ക് നൽകണമേ. ഈശോ, വിശുദ്ധരായ വൈദികരെയും സന്യസ്തരെയും ഇനിയും സഭയ്ക്ക് സുവിശേഷ വേലയ്ക്കായി നീ തരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ നീ ഉയർത്തണമേ. ഈശോയെ, ഞങ്ങളുടെ ആൺമക്കളും ഞങ്ങളുടെ പെൺമക്കളും പ്രേഷിത തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച് ഈ ലോകം വയ്ക്കുന്ന നിരവധിയായ അവസരങ്ങൾക്കും സാധ്യതകൾക്കും അപ്പുറത്ത് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാകുവാനുള്ള പ്രചോദനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. ഈശോയെ, ഞങ്ങളുടെ സന്യസ്തരെ നീ കാക്കണേ. വിശുദ്ധിയോടെ നിനക്കിനിയും ശുശ്രൂഷ ചെയ്യുവാൻ മടുപ്പ് കൂടാതെ കരുണയുടെ മാലാഖമാരായി ഞങ്ങളുടെ ഈ ചുറ്റുപാടുകളിൽ ഇനിയും ചിറകു വിരിച്ച് ദൈവ സാന്നിധ്യം പകരുന്നവരായി മാറുവാൻ ഞങ്ങളുടെ സന്യസ്തരെ ഒരുക്കണേ. ഞങ്ങളുടെ വൈദികരെ വിശുദ്ധിയോടെ ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് കൂദാശകൾ പരികർമ്മം ചെയ്ത് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെ നയിക്കുന്നവരാകുവാൻ കർത്താവേ, പുരോഹിതരെ നീ ഒരുക്കണമേ. ഞങ്ങളുടെ മെത്രാന്മാർ, സ്ലീഹന്മാർ കടുത്ത ശുശ്രൂഷ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യുവാൻ, സഭയെ ധീരമായി മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ നീ നൽകണമേ. മാർപ്പാപ്പയുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, സഭയിലുള്ള അനൈക്യത്തിൻ്റെ എല്ലാ തിന്മയെയും ദുഷ്ടാരൂപിയെയും നീ എടുത്തു മാറ്റണമേ. കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം ഒരൊറ്റ സമൂഹമാകുന്ന കാലം സംജാതമാകട്ടെ. വ്യത്യാസങ്ങൾക്ക് അതീതമായി യോജിപ്പോടെ ഐക്യത്തോടെ നിന്നെ ആരാധിക്കുവാൻ നിന്റെ സഭയെ നീ ഒരുക്കണമേ. പിശാചിൻ്റെ തന്ത്രങ്ങൾ സഭയ്ക്ക് മേൽ വന്ന് പതിക്കാതിരിക്കട്ടെ. കർത്താവെ, സഭയ്ക്ക് ചുറ്റുമുള്ള സംരക്ഷണത്തിൻ്റെ കോട്ടയെ നീ ഉറപ്പിക്കണമേ. വേലി നീ പുതുക്കിക്കെട്ടണമേ. തിരുസഭയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനമേ, എല്ലാ സന്യസ്തരെയും വൈദികരെയും മെത്രാന്മാരെയും പരിശുദ്ധ മാർപ്പാപ്പയെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നരകവാടങ്ങൾ എതിരെ പ്രബലപ്പെടുവാൻ അനുവദിക്കില്ലെന്നരുളിയ നാഥനേ ആരാധന. നരകവാടങ്ങൾ
എതിരെ പ്രബലപ്പെടുവാൻ അനുവദിക്കില്ലെന്നോദിയ നാഥനേ ആരാധന. നരക കവാടങ്ങൾ എതിരെ പ്രബലപ്പെടുവാൻ അനുവദിക്കില്ലെന്നോദിയ നാഥനേ ആരാധന ആരാധന. ഈശോയെ, ഞങ്ങൾ വലിയ നന്ദിയോടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കട്ടെ. പ്രത്യേകമായി ഈ കാരുണ്യ വഴിയുടെ 40 നാൾ നിന്റെ ജനം ചൊല്ലിയ പ്രാർത്ഥനകളെ ഒരു എളിയ പൂച്ചണ്ടായ തിരുമുമ്പിൽ സമർപ്പിക്കട്ടെ. നിസാരരാണ് കർത്താവേ, ബലഹീനരാണ്, ഞങ്ങളുടെ യോഗ്യതയായി നീ പരിഗണിക്കേണ്ട. ഞങ്ങളുടെ എളിയ സമർപ്പണമായി കരുതി കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവജനമേ, ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച, നിയോഗം വെച്ച് പ്രാർത്ഥിച്ച, ഇത് പ്രാർത്ഥിച്ചവർക്കൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നിയോഗങ്ങളുണ്ടായിരുന്നു. ആ കണ്ണീര് പതിഞ്ഞ 5,37,770 കരുണക്കൊന്തകളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവജനമേ, ഈ സമർപ്പണത്തിൽ നിന്റെ കണ്ണീരുണ്ട്, നിന്റെ പ്രാർത്ഥനയുണ്ട്, നിന്റെ നിയോഗത്തെ ഇതാ ഈശോ ഏറ്റെടുക്കുന്ന നേരമാണിത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ഈശോ, ഞങ്ങളുടെ മുറിയിലിരുന്ന്, ഞങ്ങളുടെ വീടിൻ്റെ ആവൃത്തിയിലിരുന്ന്, ഞങ്ങളുടെ യാത്രയിൽ, ജോലിയുടെ ഇടവേളകളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ കരുണക്കൊന്ത ഒന്നുമില്ല ഈശോ. പാപികളായ ബലഹീനരായ ഞങ്ങളുടെ സമർപ്പണം, പലവിധ കാരണങ്ങളാൽ ഇത് അറിയിക്കാൻ കഴിയാതെ പോയവരുണ്ട്. അവരുടെ പ്രാർത്ഥനകളെയും ചേർത്ത് വെച്ച് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയോടെ നോക്കണമേ എന്ന് തിരുമുമ്പാകെ അപേക്ഷിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മൾ ആഘോഷമായി അങ്ങേറ്റം എളിമയോടെ ദിവ്യകാരുണ്യ ചുവട്ടിൽ സമർപ്പിക്കുന്ന ശുശ്രൂഷയാണിത്. ദൈവജനമേ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഭവനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ സമർപ്പണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ സമർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നൽകുന്ന രക്ഷയെ അനുഭവിച്ച് പ്രാർത്ഥിക്കണേ. ഈ സമർപ്പണത്തോട് ചേർന്ന് കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന അനുഭവം സ്വന്തമാക്കി പ്രാർത്ഥിക്കണേ. നമുക്ക് സമർപ്പിക്കാം. ഈശോ, കരുണയോടെ ഞങ്ങളുടെ ഈ ചെറിയ കാഴ്ചയെ നീ സ്വീകരിക്കണേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. 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 ദൈവജനമേ, നമ്മൾ വീണ്ടും മുട്ടിന്മേൽ നിന്ന്, ആരോഗ്യമുള്ളവര്, സാധിക്കുന്നവര് മുട്ടിന്മേൽ നിന്ന് ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒടുവിലത്തെ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ഈശോയുടെ മുമ്പാകെ ഒടുവിലത്തെ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ഈശോ, എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നിനക്ക് നന്ദി. ദൈവജനമേ, പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, നമ്മൾ ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചു. ഇനി ഒടുക്കം പറയാനുള്ളത്, കർത്താവേ, നന്ദി മാത്രം, നന്ദി മാത്രം. ഒരൊറ്റ യാചനയേ ഉള്ളൂ, ഒരൊറ്റ യാചന. കാരുണ്യ വഴിയുടെ ഈ 40 നാളിൻ്റെ ശുശ്രൂഷയ്ക്ക്
ഇവിടെ തിരശീല വീഴുമ്പോൾ എൻ്റെ കർത്താവേ ഒരൊറ്റ യാചനയേ ഉള്ളൂ എൻ്റെ അധരങ്ങളിൽ, നിന്റെ സാന്നിധ്യം മതി ഈശോയെ, മറ്റൊന്നും എനിക്ക് വേണ്ട. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യവും എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും സാരമില്ല എൻ്റെ കർത്താവേ, നിന്റെ സാന്നിധ്യം എനിക്ക് ഉറപ്പുതായോ, നിന്റെ സാന്നിധ്യം എനിക്ക് ഉറപ്പുതായോ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ ഈശോയെ നിനക്ക് നന്ദി. എന്നെ നിന്റെ സ്വർഗത്തോട്, നിന്റെ സാന്നിധ്യത്തോട് ചേർത്ത് നിർത്തുന്ന എല്ലാ അനുഭവങ്ങൾക്കും, പ്രത്യേകിച്ച് കാരുണ്യ വഴിയുടെ ഈ 40 നാളുകളെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. കുറച്ചുകൂടെ നിന്നോട് നീ അടുപ്പിച്ചു ഈ ശുശ്രൂഷയിലൂടെ, കുറച്ചുകൂടെ നിന്റെ സ്വർഗത്തോട് നീ ചേർത്ത് പിടിച്ചു ഈ ശുശ്രൂഷയിലൂടെ. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും എൻ്റെ ഈശോയെ നിനക്ക് നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കി മാറ്റുന്ന എല്ലാ കുരിശുകൾക്കും നിനക്ക് നന്ദി ഈശോയെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൻ മുള്ളുകളിൽ പനിനീർപ്പു പോൽ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി, നാഥാ നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, 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 നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം
സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി നിൻ സാന്നിധ്യം മതി നാഥാ നിൻ സാന്നിധ്യം മതി. അവൻ ദേവാദിദൈവം കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദൈവം കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദൈവം കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. അവൻ ദേവാദിദൈവം കർത്താദി കർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ.